നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 1-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തുടർന്ന് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ജൂൺ ആദ്യ ആഴ്ചയിൽ പെരുമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഈ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 3, 4 തീയതികളിലാണ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് മുതൽ അടുത്ത 5 ദിവസവും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട്. ജൂൺ 2-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ജൂൺ 3-നാകട്ടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 4-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് മുൻപ് 2026 ജൂൺ 14 വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമായിട്ട് ഈ കാലാവധി ഇപ്പോൾ 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. അതായത് 2027 ജൂൺ 14 വരെ ഈ സൗജന്യം ലഭ്യമായിരിക്കും എന്ന് UIDAI വ്യക്തമാക്കിയിട്ടുണ്ട്. UIDAIയുടെ വെബ്സൈറ്റിൽ അപേക്ഷകർക്ക് സ്വന്തമായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് രേഖകൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നതിന് മാത്രമാണ് ഈ ഒരു സൗജന്യം ലഭിക്കുക. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ആണ് പുതുക്കുന്നതെങ്കിൽ കൃത്യമായ ഫീസ് നൽകേണ്ടതുണ്ട്. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും നിർബന്ധമായിട്ടും തങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം അപ്ഡേഷനുകളൊക്കെ തന്നെ നടത്തുമ്പോൾ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും കൂടി പുതുക്കുന്നത് ആധാറിൻ്റെ സുഗമമായിട്ടുള്ള ഉപയോഗത്തിന് ഏറെ സഹായിക്കും. നിലവിൽ ഫേസ് ഓതൻറ്റിക്കേഷൻ സാങ്കേതികവിദ്യ വഴി നിരവധി സേവനങ്ങൾ ലഭ്യമാകുന്നതിനാൽ തന്നെ ആധാറിലെ ഫോട്ടോ പുതുക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ ID അല്ലെങ്കിൽ ഫോട്ടോ എന്നിവയാണ് പുതുക്കേണ്ടതെങ്കിൽ ഇത് ഓൺലൈനായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതിനായിട്ട് തൊട്ടടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രമോ അല്ലെങ്കിൽ അക്ഷയ CSC കേന്ദ്രങ്ങളൊക്കെ തന്നെ നിങ്ങൾ നേരിട്ട് സന്ദർശിക്കേണ്ടതാണ്. സ്കൂൾ പ്രവേശന സമയമാണ്. അതോടൊപ്പം തന്നെ പുതിയ അഡ്മിഷനുകൾ, സ്കോളർഷിപ്പുകൾ എന്നിവയൊക്കെ ആരംഭിക്കുന്ന സമയമായതിനാൽ തന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. 5 വയസ്സിന് മുൻപെടുത്ത ആധാർ കാർഡുകൾ 5 വയസ്സ് തികയുമ്പോഴും 15 വയസ്സിന് മുൻപെടുത്തവ 15 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിർബന്ധമായിട്ടും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തി പുതുക്കേണ്ടതാണ്. കൃത്യസമയത്ത് ഇത് ചെയ്യാതിരുന്നാൽ കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും സ്കോളർഷിപ്പുകൾക്കും ഒക്കെ തന്നെ തടസ്സം നേരിട്ടേക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് പൂട്ടിട്ട് UDF സർക്കാർ എന്നാണ് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട്. LDF സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അധികാരത്തിലേറി 2 ആഴ്ചയ്ക്കകം അട്ടിമറിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത്. മാസം തോറും 25-ാം തീയതി ബാങ്ക് അക്കൗണ്ടിലെത്തിയിരുന്ന പണം ഈ മാസം കിട്ടിയില്ലെന്നും ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടും ട്രഷറിയിൽ നിന്ന് പണം അനുവദിച്ചില്ലെന്നുമാണ് ദേശാഭിമാനിയുടെ ആക്ഷേപം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം എല്ലാ മാസവും 25-ാം തീയതി കൃത്യമായി വിതരണം ചെയ്തിരുന്ന, അതും വർഷങ്ങളായിട്ട് മുടക്കമില്ലാതെ നടന്നു പോകുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന രീതിയിലാണ് ഈ വാർത്തയുടെ അവതരണം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തെന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിക്കുകയും നിയമസഭാ ഇലക്ഷന് തൊട്ട് മുൻപ് കേവലം 2 മാസം, അതായത് ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം ഈ തുക വിതരണം ചെയ്യുകയും ചെയ്ത പിണറായി സർക്കാരിൻ്റെ ഒരു വോട്ട് ബാങ്ക് തട്ടിക്കൂട്ട് പദ്ധതിയായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ. ഫെബ്രുവരിയിലും മാർച്ചിലും വിതരണം ചെയ്ത ഈ തുക ഏപ്രിൽ മാസം വിതരണം ചെയ്തിരുന്നില്ല. ഓർക്കണം, ഏപ്രിൽ മാസവും LDF സർക്കാരിൻ്റെ തന്നെ കാലാവധിയായിരുന്നു എന്നത് തന്നെയാണ് ഇതിലെ വൈരുദ്ധ്യം. മെയ് 18-നാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. എന്നിട്ട് പുതിയ സർക്കാർ വന്ന് 2 ആഴ്ച തികയും മുൻപേ തന്നെ അവർ പദ്ധതി അട്ടിമറിച്ചുവെന്ന് ദേശാഭിമാനി ഇത്തരത്തിൽ വലിയ കോളത്തിൽ വാർത്ത കൊടുക്കുന്നത് തികച്ചും ഹാസ്യജനകമാണ്. ചുരുക്കത്തിൽ LDF അധികാരത്തിൽ ഇരുന്നപ്പോൾ തുടങ്ങുകയും പിന്നീട് നിർത്തുകയും ചെയ്ത ഒരു പദ്ധതിയുടെ പഴി അത് ഭരണം മാറിയപ്പോൾ മറ്റുള്ളവരുടെ തലയിൽ ചാരാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത്. ഇനി ഈ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ സർക്കാർ അവർ ഈ വിതരണം പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ജൂൺ മാസം മുതൽ തന്നെ ഈ പദ്ധതി പ്രകാരം തുക വിതരണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് ഈ പദ്ധതി. ഫെബ്രുവരിയിലാണ് ഇത് തുടങ്ങിയത്. എന്തായാലും ഒന്നുറപ്പാണ്, പദ്ധതി തുടങ്ങിയതും നിർത്തിയതും LDF സർക്കാർ തന്നെയാണ്. ഇനി ഇത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സർക്കാർ ഇതിൻ്റെ വിതരണം വീണ്ടും ആരംഭിക്കുക തന്നെ വേണം.
അത് ഉടൻ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ വാങ്ങുന്നവർ തങ്ങൾ വീണ്ടും വിവാഹിതരായിട്ടില്ല എന്ന് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 മാർച്ചിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ കാലാവധി സർക്കാർ 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും ഈ ജൂൺ മാസം 30. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം പോലും സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. UDF മുന്നണി തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ 5 ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക എന്നത്. എന്നാൽ മെയ് മാസത്തെ വിതരണത്തിൽ ഈ വർധനവ് ഉൾപ്പെടുത്തിയില്ല. 2000 രൂപ തന്നെയാണ് മെയ് മാസം വിതരണം ചെയ്തത്. ഏതായാലും പുതിയ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ സംസ്ഥാന ബജറ്റ് ജൂൺ മാസം 19 തീയതിയാണ് അവതരിപ്പിക്കുന്നത്. ഇതിനുശേഷമേ ഇനി ഫണ്ട് വിതരണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വർധനവ് എന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണ അറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകൾക്കുള്ള പൊതുവായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ജൂൺ 9 തീയതി ട്രോളിംഗ് നിരോധനം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം മെയ് മാസത്തിലെ റേഷൻ വിതരണം മെയ് 30 അവസാനിച്ചിരിക്കുകയാണ്. മെയ് 31 ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ ജൂൺ 1 തിങ്കളാഴ്ച ഇന്ന് ഈ പോസ്റ്റ് സംവിധാനത്തിൽ പുതിയ മാസത്തെ റേഷൻ വിഹിതം ക്രമീകരിക്കേണ്ടതിനാലൊക്കെ തന്നെ ഈ 2 ദിവസങ്ങൾ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ്. അതിനാൽ തന്നെ ജൂൺ 2 ചൊവ്വാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്തെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡിനും ഈ മാസം ലഭിക്കുന്ന വിഹിതം അത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും 3 പാക്കറ്റ് ആട്ട പാക്കറ്റിന് 7 രൂപ നിരക്കിൽ ലഭിക്കും. എന്നാൽ മുൻപ് ലഭിച്ചിരുന്ന 1 കിലോ പഞ്ചസാര ഈ മാസം മഞ്ഞ കാർഡുകൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡിനാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. ഇതിൽ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് പൊതുവിഭാഗം സബ്സിഡി അടങ്ങുന്ന നീല റേഷൻ കാർഡിനാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. എന്നാൽ നീല കാർഡുകാർക്ക് ഈ മാസം സ്പെഷ്യൽ അരി ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അടുത്തതായിട്ട് പൊതുവിഭാഗം നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡാണെങ്കിൽ ആകെ 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള റേഷൻ കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. വെള്ള കാർഡിന് ഇത്തവണ സ്പെഷ്യൽ അരി വിഹിതം ഇല്ല എന്ന് മാത്രമല്ല പൊതുവായിട്ടുള്ള അരി വിഹിതവും വളരെ കുറവാണ്. പുതുതായിട്ട് അധികാരമേറ്റ UDF സർക്കാരിൻ്റെ കീഴിലെ ആദ്യ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിൻ്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ റേഷൻ വിഹിതങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനമായിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ ക്വാർട്ടറിലെ മണ്ണെണ്ണ ഇതുവരെ വാങ്ങാത്തവർക്ക് ഈ ജൂൺ മാസത്തിൽ അത് കൈപ്പറ്റാവുന്നതാണ്. മഞ്ഞ കാർഡിന് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില കുതിച്ചുചാട്ടങ്ങൾക്ക് ശേഷം കുറഞ്ഞ് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെ ഞായറാഴ്ചയാകട്ടെ മെയ് 31 തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,395 രൂപയും പവന് 1,15,160 രൂപയിലുമാണ് വ്യാപാരം ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.